മാടായിൽ കോഴി ബസാർ പുതിയങ്ങാടി ഹൈസ്കൂൾ റോഡിലെ വിള്ളൽ യാത്രക്കാർക്ക് ദുരിതമാകുന്നു. ഉൾഭാഗം ഇടിഞ്ഞ് വലിയ ഗർത്തം രൂപപ്പെട്ടിട്ടുണ്ട്. ഉടൻ അറ്റകുറ്റപ്പണി നടത്തിയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഗതാഗതം തടസ്സപ്പെടാനും സാധ്യതയേറെയാണ്. മാടായി പഞ്ചായത്ത് 14-ാം വാർഡിലെ കോഴി ബസാർ പുതിയങ്ങാടി ഹൈസ്കൂൾ റോഡിലെ ഗർത്തമാണ് അപകടക്കെണിയാവുന്നത്. മാസങ്ങൾക്ക് മുൻപ് ശക്തമായ മഴയിലാണ് ആദ്യം റോഡിൽ ചെറിയ വിള്ളൽ രൂപപ്പെട്ടത്. കുഴി പഞ്ചായത്ത് അധികൃതരും മറ്റും ഇടപെട്ട് താൽക്കാലികമായി അറ്റകുറ്റപ്രവൃത്തി നടത്തിയെങ്കിലും ഇതിന് സമീപത്തായാണ് ഇപ്പോൾ വലിയ ഗർത്തം തന്നെ രൂപപ്പെട്ടിട്ടുള്ളത്. അടിഭാഗത്തെ മണ്ണും ടാറും ഉൾപ്പെടെ ഒഴുകിപ്പോയ അവസ്ഥയാണ്. ഗുഹ പോലെ വലിയ ഗർത്തം തന്നെയാണ് രൂപപ്പെട്ടിട്ടുള്ളത്. റോഡിന്റെ മധ്യഭാഗം ഉള്ളിലേക്ക് ഇടിഞ്ഞ അവസ്ഥയാണ്. നിലവിൽ അപകടം ഒഴിവാക്കാൻ കുഴിയിൽ മരങ്ങളും മറ്റും വെച്ചിരിക്കുകയാണ്. രാത്രി വലിയ അപകട സാധ്യത തന്നെയാണ് ഇവിടെ നിലനിൽക്കുന്നത്. റോഡ് അറിയാതെ വരുന്ന യാത്രക്കാർ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. റോഡരികിൽ തന്നെയാണ് കനാലും ഉള്ളത്. ഇത് പഞ്ചായത്ത് മുമ്പ് വന്നിട്ട് അവർ ശരിയാക്കാന്നെല്ലാം പറഞ്ഞതാണ്. ഒരു ദിവസം വൈകുന്നേരം ഒരു 4 മണിക്ക് അങ്ങനെ എന്തോ സമയം. പിന്നെ അപ്പോൾ അവർ ഇത് റിപ്പയർ ചെയ്യുന്ന സമയത്ത് ചെയ്യാമെന്ന് പറഞ്ഞു. ഇതെന്ന് പറഞ്ഞാൽ കോൺട്രാക്ടറുടെ അടുത്ത് വന്ന ഫാൾട്ടാണ്. കോൺട്രാക്റ്റ് ഇടിയുന്ന സമയത്ത് വന്ന ഫാൾട്ടാണ്. പിന്നെ മാടായി പഞ്ചായത്തിൻ്റെ കുറേ സ്ഥലത്ത് ഇതേമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. വേറെയും കുറേ ഭാഗത്തെല്ലാം ഉണ്ട്. പിന്നെ ഫണ്ടില്ല എന്നെല്ലാം ഗവൺമെൻറ് പറയുമ്പോൾ പിന്നെ ഇവർക്ക് ഒന്നുമില്ലല്ലോ. ബാക്കിയുള്ള കാര്യത്തിൽ ഇവർ ഉഷാറാണ്. അറിയാത്ത ഞമ്മക്കെല്ലാം ഇപ്പോൾ കുഴിയുണ്ടെന്ന് അറിയാം. ഒരാൾക്കാർ ഇടിയില്ല ആൾക്കാർ എന്തെങ്കിലും മരത്തിൻ്റെ കൊമ്പോ എന്തെങ്കിലും കുത്തിയിട്ട് അവിടെ വെക്കും. ബാക്കിയിൽ പുതുവായിട്ട് ഇപ്പോൾ ഇതിലേ പോകാമെന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്ക് വിഷമം തന്നെയാണ്. ചിലപ്പോൾ ഇടിഞ്ഞതിലേക്ക് വീണു ആ കുണ്ടിലേക്ക്. ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തിയിട്ടുണ്ടെന്നും റോഡിന്റെ താൽക്കാലിക അറ്റകുറ്റപ്രവൃത്തി നടത്താനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും മാടായി പഞ്ചായത്ത് 15-ാം വാർഡ് മെമ്പർ മുക്കോലക്കൽ അബ്ദുൾ റഫീഖ് പറഞ്ഞു. ഇത് പഞ്ചായത്തിൻ്റെ 2 മാസം മുമ്പേ ഉള്ള ഒരു പ്രശ്നമാണ് ഇത്. അപ്പോൾ ആദ്യം ഇത് പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഇത് ചെറിയൊരു കുണ്ടുന്നില്ല ഇലക്കാന്നത് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നീടാണത് ഇതിൻ്റെ ഉള്ളിൽ ഈ മഴവെള്ളം പോയിട്ട് ഇതിൻ്റെ ഉള്ളിൽ വലിയൊരു ഒരു ഗുഹ കണക്കെ ഒരു രൂപാന്തരപ്പെട്ടത്. അപ്പോൾ എത്രയും പെട്ടെന്ന് അതിൻ്റെ നടപടി സ്വീകരിക്കും. കാരണം ഇതിൻ്റെ എസ്റ്റിമേറ്റെല്ലാം ആക്കിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ 1.5 ലക്ഷം റുപ്യോളം വേണമെന്നാണ് അന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിനുള്ള നടപടി എത്രയും പെട്ടെന്ന് സ്വീകരിക്കും. തൽക്കാലം ഇത് കുത്തിപ്പൊളിച്ചിട്ട് ഒരു ലോഡ് ചിരലെങ്കിലും താൽക്കാലികമായിട്ട് ഇടാനുള്ള ഒരു സംവിധാനം കൂടി ആക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ വർക്ക് തുടങ്ങുമെന്നാണ് പഞ്ചായത്ത് നിന്ന് എന്നോട് പറഞ്ഞത്. താൽക്കാലിക പരിഹാരമല്ല നിലവിൽ റോഡിന് ആവശ്യം. അടുത്ത മഴ പെയ്താൽ ഈ റോഡ് ഇവിടെ ഉണ്ടാകുമോ എന്ന് തന്നെ സംശയമാണ്. എത്രയും പെട്ടെന്ന് അധികൃതർ നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് ജനങ്ങളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.